ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്റേതാ കുറച്ച് ലിപ്സ്റ്റിക്കുകളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അല്ലേ. അതേ നമ്മൾ ഇന്ന് എന്റെ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ ആണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എന്റെ ഒരു വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്കങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല. ഈ ഉള്ള കളക്ഷനിൽ തന്നെ പല കളറുകളും എനിക്ക് തോന്നുന്നു പകുതി കൂടുതൽ കളറുകളും എനിക്ക് വാഷ് ഔട്ട് ആവുന്ന ഷെയ്ഡുകളാണ് കേട്ടോ. ഇതിൽ 2-3-4 ഷെയ്ഡുകൾ മാത്രമേ ഉള്ളൂ എന്റെ ഫേവറേറ്റ് ഷെയ്ഡുകൾ എന്ന് പറയാനും ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഷെയ്ഡുകൾ എന്ന് പറയാനായിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് 1 by 1 ആയിട്ട് കണ്ടു നോക്കാം. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ആദ്യത്തെ ലിപ്സ്റ്റിക് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് ലാക്മിയുടെ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർ ആണ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആണ് കേട്ടോ. ഇത് ഞാൻ അത്യാവശ്യം എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ പുറത്തൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഷെയ്ഡ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, എന്നാലും മാക്സിമം ഒരു 3-4 മണിക്കൂർ വരെയൊക്കെ നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ലിപ്സ്റ്റിക്ക്. അപ്പൊ ഞാൻ ഓരോന്ന് ഈ സൈഡിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ഇട്ടിട്ടുള്ള വീഡിയോ കൂടെ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാമേ. ഇനി നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് ഡാസിലറിന്റെ ലിപ്സ്റ്റിക് ആണ്. ഒരു DLC025 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഇത്. ഞാൻ ഈ ഒരു വീഡിയോ ഇതിന്റെ ചെയ്ത സമയത്ത് ഒരുപാട് കുറെ കമന്റ്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിപ്പ് പിഗ്മെന്റഡ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ശരിയാണ് കേട്ടോ. ഇത് കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിപ്പ് പിഗ്മെന്റഡ് ആകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പൊ ഞാനിത് യൂസ് ചെയ്യുന്നത് നിർത്തി. എന്നാലും എനിക്ക് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടമാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടുമിക്ക എല്ലാ കളറുകാർക്കും ഒട്ടുമിക്ക എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ്. കുറച്ചു പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഡീപ്പർ സ്കിൻ ടോണിലുള്ളവര് അവർക്ക് ഈ ഒരു ഷെയ്ഡ് മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് ഈ ഒരു ഷെയ്ഡ് മാച്ച് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ തന്നെയല്ല, ഞാനിങ്ങനെ ഇതിന്റെ റിവ്യൂ ചെയ്യാൻ നേരത്തെ എനിക്ക് വേറൊരാൾക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം ഞാൻ വേറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്തു നോക്കിയപ്പം കുറെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാ സ്കിൻ ടോണുകാർക്കും മാച്ച് ആകും എന്നൊക്കെ. അപ്പൊ അങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാനും എന്റെ ഒരു ഷോർട്സ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവും എന്നുള്ളത്. പിന്നെ ഇതൊരു ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക് ആണെന്ന് കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ട് തോന്നിയിട്ടില്ല. എനിക്കിത് ട്രാൻസ്ഫർ ആവുന്നുണ്ടായിരുന്നു. ഞാനിത് പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് ആ ഗ്ലാസ്സിൽ ഇങ്ങനെ ലിപ്സ്റ്റിക് ഇങ്ങനെ ട്രാൻസ്ഫർ ആവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ട്രാൻസ്ഫർ ആകുന്ന ഒരു ലിപ്സ്റ്റിക് ആണെന്ന് കേട്ടോ. അപ്പൊ എനിവേ എന്തായാലും അടുത്ത ലിപ്സ്റ്റിക് ഇതാണ്. ഇത് ഞാനിപ്പോ അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നേരത്തെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഇത് ഞാനിങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ലിപ്പ് കുറച്ചും കൂടെ ഓൾറെഡി എന്റെ ലിപ്പ് പിഗ്മെന്റഡ് ലിപ്പാണ്. അതിന്റെ കൂടെ കുറച്ചും കൂടെ പിഗ്മെന്റഡ് ആവുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നത് നിർത്തി കേട്ടോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലിപ്സ്റ്റിക്. ഉള്ളത് ഇത് എന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കുകളിൽ ഒന്നാണ് കേട്ടോ. ഇത് സ്റ്റേജിന്റെ ലിപ്സ്റ്റിക് ആണ്. സ്റ്റേജിന്റെ 929 ഷെയ്ഡ് വന്നിട്ട് 03 വൈൻ ആൻഡ് ഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഈ ലിപ്സ്റ്റിക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഒരു ബിലോ 250 ആ ഒരു റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക് ആണ്. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 6-7 മണിക്കൂറൊക്കെ നന്നായിട്ട് തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു കളർ റേഞ്ച് വരുന്നത് ഒരു പിങ്കിഷ് ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുള്ള ആ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്നത്. ഈ ലിപ്സ്റ്റിക് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണേ. അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ഇനിയുള്ളത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ലിപ് ടിന്റ് ആണ്. ഇതൊരു കൊറിയൻ ലിപ് ടിന്റ് ആണ്. റോമാൻഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കൊറിയൻ ലിപ് ടിന്റ് ആണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാലാണെങ്കിലും ടിന്റ് ആണെങ്കിൽ പോലും ആ ഒരു എന്താ പറയാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ലിപ്സ്റ്റിക് ഇടണ്ട അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാധനമാണ് കേട്ടോ ഇത്. ഇതും ഞാനിപ്പം സ്ഥിരമായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം യൂസ് ചെയ്യാറുള്ള ഒരു ലിപ് ടിന്റ് ആണ്. ഇതിന്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ ആ ഒരു ഷെയ്ഡ്.
പിന്നെ അടുത്തത് ഇതാണ്. ഇതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ഈ ഒരു ഷെയ്ഡ് ഞാൻ ഇട്ടപ്പം ഒരുപാട് പേരും നമ്മൾ ഇതിട്ട് ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് പേരും ഇത് ഏത് ലിപ്സ്റ്റിക് ആണെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ലാക്മിയുടെ തന്നെയാണ്. ലാക്മിയുടെ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വരുന്നത് 30 ന്യൂഡ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമാണ്. ഇതും ഞാൻ കൂടുതൽ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഷെയ്ഡ് വരുന്നത്. പിന്നെ അടുത്തത് ഇത് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പണി കിട്ടിയ ഒരു ലിപ്സ്റ്റിക് ആണിത്. ഇത് ആക്ച്വലി ഞാൻ ഇതിന്റെ ഷെയ്ഡ് കണ്ട് ഇത് നല്ല ഷെയ്ഡാണ്, എനിക്ക് മാച്ച് ആകും എന്നൊക്കെ വിചാരിച്ച് ഞാൻ വാങ്ങിച്ച ഒരു ഷെയ്ഡായിരുന്നു. നമ്മുടെ നൈക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് മെബിലിൻ ന്യൂയോർക്കിന്റെ സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നത് 10 ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ആണെങ്കിലും ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യാതെ ഇത് എനിക്ക് ഒട്ടും തന്നെ എന്റെ സ്കിൻ ടൂണുമായിട്ട് മാച്ച് ആവാത്ത ഒരു ഷെയ്ഡാണ്. അപ്പൊ അങ്ങനെ ഈ എന്റെ ഷെയ്ഡുമായിട്ട് മാച്ച് ആവാത്ത എല്ലാ ലിപ്സ്റ്റിക്കുകളും ഞാനൊരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അതും അങ്ങനെ പുറത്തു പോകുമ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല. എപ്പോഴെങ്കിലും നമ്മളൊരു വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പം ആ ഒരു ലുക്കിന് ആ ഒരു കളർ ചേരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഷെയ്ഡുകളാണ് കേട്ടോ ഇത്. ഇനി അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഒരു ന്യൂഡ് ബ്രൗൺ കളറാണ്. ഇത് എനിക്ക് ഒട്ടും മാച്ച് ആവാത്ത ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ട്രൈ ചെയ്യാനായിട്ട്. ആക്ച്വലി ഇതിന്റെ റിവ്യൂ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇതെനിക്ക് ഒട്ടും മാച്ച് ആവാത്ത ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഇതെനിക്ക് തോന്നുന്നു മീഡിയം ടു ഫെയർ സ്കിൻ ടോണാർക്ക് ഇത് പോകും. എനിക്കിത് എന്തായാലും ഒട്ടും മാച്ച് ആവുന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ കാണിക്കാം, ഈ സൈഡിൽ ഞാൻ ഇട്ട് കാണിക്കാവേ. പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഇത് ലാക്മയുടെ തന്നെ മോസ് ലിപ്സ്റ്റിക് ആണ്. ഇതും എന്റെ സ്കിൻ ടോണിന് ചെറുതായിട്ട് വാഷ് ഔട്ട് ആവുന്നുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഈ ഷെയ്ഡ് എനിക്ക് കുറച്ച് വാഷ് ഔട്ട് ആവുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ലൈറ്റായിട്ട് എനിക്കിത് വാഷ് ഔട്ട് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് എൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷെയ്ഡ് കാരണമല്ല എനിക്കിത് ഇഷ്ടം, ആ ഒരു ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നല്ലൊരു വെൽവെറ്റി ടെക്സ്ചറാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു ലിപ് ക്രയോൺ ആണ് കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ക്രയോൺ ആണ്. ഷെയ്ഡ് വന്നിട്ടുള്ളത് 22 കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതും എനിക്ക് വാഷ് ഔട്ട് ആവുന്ന ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ്. ഇതാണ് വരുന്നത്. ഇതും നല്ല അപ്ലൈ ചെയ്യാൻ നല്ല സുഖമാണ്. നല്ലതായിട്ട് തന്നെ ബ്ലെൻഡ് ആവുന്നൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ഫർ പ്രൂഫും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ഈ ഒരു ഷെയ്ഡും എനിക്ക് വാഷ് ഔട്ട് ആവുന്ന ഷെയ്ഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലുള്ള മിക്ക ഷെയ്ഡുകളും എനിക്ക് വാഷ് ഔട്ട് ആവുന്ന ഷെയ്ഡുകളാണ്. ആകെപ്പാടെ ഒരു 2, 3, 4 ഷെയ്ഡുകൾ മാത്രമേ ഉള്ളൂ എനിക്ക് നല്ല രീതിയിൽ തന്നെ മാച്ച് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തത് വന്നിട്ടുള്ളത്. ഇതും ഒരുപാട് വൈറലായ, ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന പറഞ്ഞു വാങ്ങിച്ച ഒരു ലിപ് ക്രയോൺ ആണ്. ഇത് മാസിന്റെ ഗേൾ പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ക്രയോൺ ആണ്. അപ്പോ അതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇതും ഒരു ഓറഞ്ചിഷ് ബ്രൗൺ ആണ് വരുന്നത്. കണ്ടോ, ഇതും എനിക്ക് അത്ര അങ്ങോട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് എനിക്കിതും വാഷ് ഔട്ട് ആവുന്നുണ്ടായിരുന്നേ. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുകയും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ലിപ് ക്രയോൺ ആണ്. ഇനി വന്നിട്ടുള്ളത് ഇത് മാസിന്റെ ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതും കുറെ പേര് പറയുന്നുണ്ടായിരുന്നു എല്ലാ സ്കിൻ ടൂണിനും മാച്ച് ആകും എന്നൊക്കെ. എന്റെ സ്കിൻ ടൂണിന് അത്ര അങ്ങോട്ട് എനിക്ക് മാച്ച് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വന്നിട്ടുള്ളത് ഇത് മാസിന്റെ നോൺ ട്രാൻസ്ഫർ ലിപ്സ്റ്റിക് ആണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് എനിക്ക് കുറച്ച് ഡാർക്ക് ആയിട്ട് ഒരു റെഡിഷ് വരുന്നുണ്ട്. ഇത്തിരി ഡാർക്ക് റെഡിഷ് ആയിട്ട് എനിക്കത് ലിപ്പിലിടുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിത് വളരെ കുറച്ച് മാത്രം ഇട്ടിട്ട് ഒന്ന് കൈവച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ് കേട്ടോ. ഇത് കൂടി പോകുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ ഭയങ്കര റെഡിഷ് ഒന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും. പക്ഷെ ഈ സാധനം ഇത് നല്ല രീതിയിൽ ട്രാൻസ്ഫർ പ്രൂഫ് ആണ് കേട്ടോ. എനിക്കിത് ആ ഒരു കാര്യത്തിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നമ്മൾ ലിപ്പിൽ ഇട്ടൊന്ന് സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വരുന്നത്
ഈ ഒരു ഷെയ്ഡാണ് കണ്ടോ, കുറച്ചൊരു റെഡിഷ്നെസ് ഇങ്ങനെ എടുത്ത് കാട്ടും. അപ്പം എനിക്കിത് പുറത്തൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന സമയത്ത് ലൈറ്റ് ആയിട്ട് വന്നിട്ടിട്ട് ബാക്കി കൈവച്ചിട്ട് ബ്ലെൻഡ് ചെയ്യത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും. എനിക്ക് അങ്ങനെ നിൽക്കുന്ന ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ലാസ്റ്റ് ലിപ്സ്റ്റിക്. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്ര ലിപ്സ്റ്റിക്കുകൾ എന്റെ കയ്യിലുള്ളൂ. അപ്പം ഇനി ഏതെങ്കിലും നല്ല ഷെയ്ഡുകൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡസ്കി സ്കിൻ ടോണിന് നല്ലതായിട്ട് ചേരുന്ന ഏതെങ്കിലും ഷെയ്ഡിനെ കുറിച്ച് നല്ലതാണെന്ന് തോന്നിക്കുന്ന ഏതെങ്കിലും ഷെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ, ഞാൻ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കാം കേട്ടോ. ബൈ ബൈ.